നമസ്കാരം. ട്രിവാൻഡ്രം സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് യൂറോപ്പിലെ നെതർലാൻഡ്സിലാണെന്നുള്ള വിവരം പ്രേക്ഷകർക്ക് അറിയാം. പലരും പറഞ്ഞിട്ടുണ്ട് റോട്ടർഡാം പോർട്ട് പറ്റുമെങ്കിൽ വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുള്ള ഭാഗ്യം ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. കുറച്ച് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത്. പോർട്ടിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. നമ്മളൊന്നുമല്ല, നമ്മുടെ തുറമുഖം പോർട്ട് എന്നുള്ള വാക്കിന് പോലും അനുയോജ്യമല്ല എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. അതിശയിപ്പിക്കുന്ന തരത്തിലാണ്. ചില വിഷ്വൽസ് കാണിക്കാം. എവർഗ്രീൻ്റെ വെസൽ, CGM-ന്റെ വെസൽ, മാസ്കിൻ്റെ വെസൽ, 162ഓളം കപ്പലുകളാണ് ഞാൻ നോക്കുമ്പോൾ ഈ സമയത്ത് പോർട്ടിനുള്ളിലുള്ളത്. 162 കപ്പൽ. അതേസമയത്ത് എനിക്കറിയാം നമ്മുടെ പോർട്ടിൽ വെറും 2 കപ്പലുണ്ട്. ആങ്കറേജിൽ 2 കപ്പലുകളുണ്ട്. ഇവിടെ ആങ്കറേജിൽ 180ഓ 200ഓളം കപ്പലുകൾ ഉള്ളപ്പോൾ പോർട്ടിനകത്ത് 162 കപ്പലുകൾ. എല്ലായിടത്തും അവർ കൊണ്ടുപോയെന്ന് തോന്നില്ല. ഞങ്ങളൊരു ടൂറ് നടത്തി. ബോട്ടിൽ അവർ കൊണ്ടുപോയ ഒരു ടൂറിൽ പോയിരുന്നു. പ്രധാനപ്പെട്ട ചില ടെർമിനലുകൾ, അവരുടെ ടെർമിനലിൻ്റെ എണ്ണവും ബർത്തിൻ്റെ എണ്ണവും തന്നെ ഞാൻ കൃത്യമായി എഴുതി കാണിക്കുക എനിക്ക് ഓർമ്മയിലില്ലേ. ചുരുക്കത്തിൽ അവിശ്വസനീയം എന്ന് പറയുന്ന വാക്കായിരിക്കും അതിനുപയോഗിക്കാൻ പറ്റുന്നത്. നമുക്ക് ഇനിയും 80 വർഷം, 100 വർഷം, 200 വർഷം ഒക്കെ എടുത്താൽ ഒരു പക്ഷേ ഇന്നത്തെ റോട്ടർഡാമിൻ്റെ ആ ലെവലിൽ എത്താൻ പറ്റിയും. നമ്മുടെ നിരന്തരമായ പ്രവർത്തനം അതിനാവശ്യമാണ്. അത്തരമൊരു സ്വപ്നം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് നാളേക്കുള്ള ഒരു വലിയ പ്രചോദനമായിരിക്കും. റോട്ടർഡാം പോർട്ടിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി ഏലിയാസ് ജോൺ. ഇതൊരു സംഘയാത്രയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സംഘയാത്രയാണ്. ഒറ്റയ്ക്ക് ഒരാൾക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നമ്മൾ നേടിയത്. ഇതിൽ ഒരുപാട് പേർക്ക് ക്രെഡിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള ചില വ്യക്തികളെ, വളരെ കുറച്ച് പേരാണ്, ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് പേർ, അത്തരം ചില വ്യക്തികളെ കേരളം തിരിച്ചറിയണം. അങ്ങനെ ഒരാളാണ് തിരുവനന്തപുരം സ്വദേശിയാണ്, ഇപ്പോൾ കൊല്ലത്ത് താമസിക്കുന്നു, ശ്രീ മോഹനകുമാർ. ഒരു പടയാളിയാണ്, ഒരു പോരാളിയാണ്. ആളെ കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ആർജവം, ഇത്രയും ഊർജം ആ ശരീരത്തിനകത്തുണ്ടോ? ഒറ്റയാൾ സമരമൊക്കെ നടത്തും. സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഒറ്റയ്ക്ക് തുറമുഖത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹം തന്നെ പറയട്ടെ. എന്തായാലും 30 വർഷം ഇവരെ എല്ലാവരെയും പരിചയപ്പെടുന്നത് അണിയറ എന്ന് പറയുന്ന പരിപാടിയിലൂടെയോ ജാലകം എന്ന് പറയുന്ന പരിപാടിയിലൂടെയോ അങ്ങനെയുള്ള കത്തിടപാടുകളിലൂടെയൊക്കെയാണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ട ശ്രീ മോഹൻകുമാർ, 30 വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ട ശ്രീ മോഹൻകുമാർ, അദ്ദേഹം നടത്തിയ ഒറ്റയാൾ പ്രവർത്തനം, സംഘമായി നടത്തിയ പ്രവർത്തനം എല്ലാം അദ്ദേഹം തന്നെ വിശദീകരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഞാൻ മോഹനകുമാർ, തിരുവനന്തപുരത്ത് ജനിച്ചു. വർക്കലയിൽ നിന്ന് കല്യാണം കഴിച്ച് കൊല്ലത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്ത് നടത്തുന്നു. ശരിക്കും വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തത്തിലലിഞ്ഞ ഒരു ആശയമാണ്. കാരണം 1994 മുതൽ ശ്രീ ഏലിയാസ് ജോൺ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അണിയറ എന്ന ഒരു പ്രോഗ്രാമിലൂടെ 94-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 94-ൽ ഈ കേരളത്തിൻ്റെ വിഭവങ്ങൾ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, വരുന്ന തലമുറയ്ക്ക് എത്രത്തോളം നമ്മൾ പുറത്തു പോയി നാട്ടുകാരിൽ നിന്ന് കടം മേടിച്ച് ആത്മഹത്യ ചെയ്യുന്നൊരു തലമുറയായി മാറാണ്, എങ്ങനെ നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാം എന്ന പരമ്പരയുടെ ഒരു ആദ്യ ഭാഗമായിരുന്നു ശരിക്കും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പുള്ളിയൊരു വീഡിയോ ചെയ്തു. അത് കണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും വളരെ താല്പര്യത്തോടു കൂടി കണ്ട ഒരാളെന്നുള്ള രീതിയിൽ എല്ലാം നല്ല പഞ്ചുള്ള, അതായത് വളരെ ശുദ്ധമായ സംവിധാനങ്ങളിലൂടെ നമ്മുടെ കേരളത്തിൻ്റെ വിഭവങ്ങൾ നമുക്ക് എങ്ങനെ വരും തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു പലതരത്തിലുള്ള ആശയങ്ങളുണ്ടായിരുന്നു. അതിലൊരു പ്രധാന ആശയമായിരുന്നു വിഴിഞ്ഞം തുറമുഖം. ആ വിഴിഞ്ഞം തുറമുഖത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉമ്മൻചാണ്ടി നെഹ്റുവായി മാറുന്ന കാഴ്ച നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആകെ 4-5 പേർക്ക് മാത്രം അറിയാവുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി 94-ൽ തുടങ്ങിയ ഒരു സംവിധാനം ശരിക്കും 2025 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ അല്ലെങ്കിൽ ഏഷ്യയുടെ തന്നെ കവാടമായി മാറാവുന്ന ഒരു
സംവിധാനമായി മാറി. അതിൻ്റെ പ്രധാന കാരണക്കാരനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ കുറച്ചുപേരെങ്കിലും മാധ്യമപ്രവർത്തനത്തിൽ നിന്നും തുടങ്ങിയ ഒരു സംവിധാനത്തിന് ഈ വിഴിഞ്ഞം തുറമുഖം ആക്കി മാറ്റി അതിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ശ്രീ ഏലിയാസ് ജോണിനോടൊപ്പം സഹകരിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞത് വലിയ ജീവിതാനുഭവമാണ്. ശരിക്കും ഞാൻ ഈ 94 മുതൽ ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളും മറ്റും കാണുമെന്നുണ്ടെങ്കിൽ കൂടി വിഴിഞ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ താല്പര്യത്തോടുകൂടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് കൂടുതൽ ഇടപഴകാനും അദ്ദേഹം മാവേലി നാടെന്ന് പറഞ്ഞ ഒരു മാഗസീൻ ഇറക്കിക്കൊണ്ട് വിഴിഞ്ഞം മാത്രമല്ല ശരിക്കും നമ്മുടെ കരിമണലിൻ്റെ സാധ്യതകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. എങ്കിലും അതൊന്നും നമുക്ക് ശരിക്കും പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ ഇടയ്ക്കാണ് പല ചെറിയ ചെറിയ സമരങ്ങൾ, അത് സഹന സമരങ്ങൾ, ഗാന്ധിയൻ മാർഗത്തിലൂടെ സഹന സമരങ്ങൾ തുടങ്ങി. അത് മുടിയില്ലെങ്കിൽ നമ്മൾ മുടി വെട്ടിക്കൊടുക്കാം, അതിൽ നിന്ന് കാശ് വാങ്ങി വിഴിഞ്ഞമുണ്ടാക്കാം, പല്ലില്ലെങ്കിൽ കല്ല് കൊടുക്കാം, അല്ലെങ്കിൽ രക്തം നൽകാം, എനിക്ക് എൻ്റെ വിഴിഞ്ഞം തരൂ എന്ന് പറഞ്ഞങ്ങനെ ഒരുപാട്, അത് എണ്ണിയാലൊടുങ്ങാത്ത സംഭവങ്ങൾ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരുന്നു. അതിലെല്ലാം ഒരു ഭാഗമാകാൻ കഴിഞ്ഞതാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു. കാരണം എൻ്റെ മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് 2005 വിഴിഞ്ഞത്ത് ശരിക്കും വള്ളച്ചങ്ങലയുടെ ഒരു പ്രതീകാത്മകമായ സംഭവം നടക്കുന്നത്. മെയ് 1-ാം തീയതി 2005 മെയ് മാസം 1-ാം തീയതി 2000 വള്ളങ്ങളുടെ ഒരു ചങ്ങല. അത് ശരിക്കും പറഞ്ഞാൽ വേൾഡ് റെക്കോർഡ് ആകേണ്ടതായിരുന്നു. അത് ശരിക്കും നമുക്ക് ചങ്ങല പിടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. അതിന് ശരിക്കും ഞങ്ങൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഈ കാര്യം ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് നിത്യപ്രഭാനഗർ എന്ന് പറയുന്ന പ്രദേശത്തിലെ കുട്ടികളുമായിട്ട് ആലോചിച്ചു. അവിടുന്ന് ഞങ്ങൾ 13 കുട്ടികൾ ഈ ഏപ്രിൽ മാസം 31-ാം തീയതി കൊല്ലത്ത് നിന്ന് ഒരു വാഹന പ്രചരണ ജാഥയായിട്ട് എല്ലാ സ്ഥലത്തും വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഓരോ 4 മൂലയിലും ചേർന്ന് ഇത് പറഞ്ഞുകൊണ്ട് ശരിക്കും തലേന്ന് അടുത്ത ദിവസം വന്ന് വിഴിഞ്ഞത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും അതിലേറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൊല്ലിയ പ്രതിജ്ഞയാണ് എം വി രാഘവൻ, പിന്നെ സുരേഷ് ഗോപി, നമ്മുടെ പോർട്ട് ഡയറക്ടറായിരുന്ന അവരെല്ലാം ചൊല്ലിയത് ഞങ്ങൾ കുട്ടികൾ ചൊല്ലിയ പ്രതിജ്ഞയായിരുന്നു. അതിലവർ പറഞ്ഞത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു സ്വർണ്ണക്കനിയാണ്. ആ വിഴിഞ്ഞം കൈമുതലായിട്ടുണ്ടായിരുന്ന നമ്മൾ എന്തിനാണ് പട്ടിണി കിടന്ന ആത്മഹത്യയുടെ വക്കിലേക്ക് പോകുന്നത്? ആ ഒരു പ്രതിജ്ഞ ചൊല്ലിയത് എല്ലാവരും ചൊല്ലിയതും ഞങ്ങൾക്ക് വലിയ സന്തോഷം പകർന്ന വിഷയമായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സമരമുഖങ്ങളിലും നിത്യപ്രഭാനഗറിൻ്റെ കുട്ടികളും ഇന്ന് ആ കുട്ടികളൊക്കെ ശരിക്കും കല്യാണം കഴിഞ്ഞ് അവരുടെ മക്കളെ 2005 സമരത്തിന് വന്ന കുട്ടികൾ 10-13 കുട്ടികൾ ഞങ്ങളുടെ കൊല്ലത്തുണ്ടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ചയായിട്ട് എല്ലാ കുട്ടികളും ഈ 2025 മുതലുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ വിഴിഞ്ഞത്ത് നിത്യപ്രഭാനഗറിൻ്റെ സാന്നിധ്യം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. അവസാനം 2005 തൊട്ട് മുമ്പ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വരുന്നതിന് 104 ദിവസം ഇവിടെ സമരമുണ്ടായിരുന്നു. ആ സമരത്തിൽ ശ്രീമാൻ ഏലിയാസ് ജോൺ 8 ദിവസം നിരാഹാര സമരം നടത്തിയാണ്. കാരണം മത്സ്യത്തൊഴിലാളിക്കും വിഴിഞ്ഞത്തിലൂടെ എന്ത് ലാഭം ഉണ്ടാക്കാമെന്നത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആ സമരത്തിന് കഴിഞ്ഞു. ആ സമരത്തിൽ ഏലിയാസിൻ്റെ ജീവൻ രക്ഷിക്കൂ, വിഴിഞ്ഞം പോർട്ട് തിരികെ തരൂ എന്ന് പറഞ്ഞ് സമരത്തിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ നിത്യപ്രഭാനഗറിലെ കുട്ടികൾ ഉണ്ടായിരുന്നു. മാത്രമല്ല 2005-2006 കാലഘട്ടത്തിൽ കൊല്ലം ബേസ് ചെയ്ത് ഒരു റെസിഡൻസ് അസോസിയേഷൻ വിഴിഞ്ഞത്തിന് വേണ്ടി സമരം ചെയ്തത് ഞങ്ങൾ മാത്രമാണെന്ന് ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടെ പറയാൻ പറ്റും. കാരണം 2006 സ്കൂൾ മാഗസിനിൽ അരവിന്ദൻ അദ്ദേഹം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ലേഖനം എഴുതിയായിരുന്നു. വിഴിഞ്ഞം തുറമുഖം എൻ്റെ ജന്മ അവകാശം, കുട്ടികൾ ചൂടാകേണ്ട ഒരു ആശയമാണ് എന്ന് പറഞ്ഞ് മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് 2007 തോന്നുന്നു ഇവിടെ അച്യുതാനന്ദൻ മിനിസ്റ്ററായ സമയത്ത് 6 മാസമായിട്ട് വിഴിഞ്ഞത്തെക്കുറിച്ച് ഒരു തീരുമാനമാകാത്തപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കുട്ടികളുടെ ഒരു സമരം നടന്നു. ആ സമരത്തിനും കൊല്ലത്തു നിന്നും അഞ്ജനയെ പോലുള്ള കുട്ടികൾ അവിടെ വന്നു. അവരുടെ അതായത് ഹിന്ദുവിലും മറ്റെല്ലാ പ്രമുഖ പത്രത്തിലും മുൻ പേജിൽ അടിച്ചു വന്നത് ആ കുട്ടികൾ സമരത്തിന് ഇരിക്കുന്ന ചിത്രമാണ്. അതെല്ലാം ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരുമ്പോഴും അതിൻ്റെ പ്രധാന ശില്പി എന്നറിയപ്പെടാൻ ഞങ്ങളുടെ അറിവിൽ മലയാളിയുടെ മനസ്സിൽ ഇപ്പോഴും ഏലിയാസ് ജോൺ തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. മാത്രമല്ല ആ സമരം നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അത് ഒരു രാജ്യത്തിൻ്റെ കവാടമായി മാറാവുന്ന ഇന്ത്യക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിത്തരാൻ പറ്റുന്ന ഒരു പോർട്ട് വിഴിഞ്ഞം, അതിന് വേണ്ടുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങൾ പല ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 1 കോടി കണ്ടെയ്നറാണ് ഇന്ത്യ ഒരു വർഷം കൈകാര്യം ചെയ്യുന്നത്. ആ 1 കോടി കണ്ടെയ്നറിന് ഒരു മദർ പോർട്ട് ഇല്ലാത്ത കാരണം മുഴുവൻ മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ ലാഭം പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് പലപ്പോഴും ഏലിയാസ് ജോണിൻ്റെ ഇപ്പോഴത്തെ നമ്മുടെ കമൻട്രി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം 65-85 ദിവസം 90 ദിവസം കൊണ്ട് ഒരു കപ്പൽ എത്തുന്നുണ്ട്. നമുക്ക് ശരിക്കും വിഴിഞ്ഞം പോർട്ട് വഴി അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 20 ദിവസം കൊണ്ട് എത്തിച്ചേരാവുന്ന
അപ്പം ഏകദേശം 60 ദിവസത്തോളം നമുക്ക് ട്രാൻസ്ഷിപ്മെൻ്റ് ഇനത്തിൽ അല്ലെങ്കിൽ ഓയിൽ ഇനത്തിൽ ലാഭിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ എന്തുകൊണ്ട് കുറച്ചും കൂടി 30 വർഷം ഇതിൻ്റെ പുറകിൽ ഉള്ള ശക്തികളെ തിരിച്ചറിയാനുള്ളൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകണം. മാത്രമല്ല ഇത് എത്രയും വേഗം ഇതിൻ്റെ ഗേറ്റ് തുറന്ന് റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ കൂടി നടന്നെങ്കിൽ മാത്രമേ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകളും അതിൻ്റെ പ്രയോജനം സാധാരണക്കാരുടെ നാട്ടുകളിലേക്ക് എത്തുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. കാരണം കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി എത്ര കോടി രൂപ മുടക്കി എന്നുള്ളതിന് 5 പൈസ പോലും മുടക്കിയിട്ടില്ല എന്ന് പലരും പറയുന്നുണ്ട്. കാരണം ഇത് അവർക്ക് നമ്മളിപ്പോൾ ഈ പദ്ധതി തുടങ്ങി 4 മാസമായപ്പോൾ 40 കോടി രൂപ ഇന്ത്യക്ക് കേരളത്തിനും 132 കോടി രൂപ കസ്റ്റംസ് ഇനത്തിൽ കേന്ദ്രത്തിന് നൽകിയ ഒരു പോർട്ടാണ്. ഒരു വർഷം കൊണ്ട് 10,000 കോടി രൂപ ഇതിൽ നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നതാണ്. ശരിക്കും ഈ പോർട്ട് കേരളത്തിൻ്റെ തന്നെ നമ്മൾ സിയാൽ മോഡൽ നടത്തിയിരുന്നെങ്കിൽ ഈ ലാഭം മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് പങ്കിട്ടെടുക്കാമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും സ്വകാര്യ മേഖലയിലാണെങ്കിലും ഈ പോർട്ട് യാഥാർത്ഥ്യമായതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയും ചെയ്യും.